അങ്ങനെ ഡ്രാഗൺ ബോട്ടുകൾ ഏതാണ്ട് ഡ്രാഗൺ ബോട്ടുകളുടെ പ്രത്യേകത എന്താ? മുൻവശത്തെ തല ഡ്രാഗൺ ഇങ്ങനെ വാവടിച്ചിരിക്കുന്നത് വാലുകൊണ്ട് ഏതാണ്ട് 9 തുഴക്കാർ ഒരു നിയന്ത്രിക്കുന്ന ആൾ ഫ്രണ്ടിൽ ഒരു ചെണ്ടയുണ്ട് കേട്ടോ. ഇങ്ങനെ അടിച്ചു കൊടുക്കും. ചുണ്ടവെള്ളത്തിൽ വെടിച്ചടിയുന്നു. മത്സരിച്ചു വരുന്നു. ഈ 2 ചെറുവള്ളങ്ങളും മത്സരിച്ചു വരുന്നു. ഒരു അപകടം ഉണ്ടാക്കരുത്. അപേക്ഷിക്കുകയാണ്. വാശിയേറിയ തോണി തുഴയൽ മത്സരം ഇതാ ഈ ചാലിയാറിന്റെ വിരിമാറിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ഡ്രാഗൺ ബോട്ടുകള് ഏതാണ്ട് 9 തുഴക്കാര് ഒരു നിയന്ത്രിക്കുന്ന തുഴക്കാര് ഫ്രണ്ടിൽ ഒരാൾ തിരിഞ്ഞിരുന്നുകൊണ്ട് ചെണ്ടയിൽ ഇങ്ങനെ അടിച്ചു കൊടുക്കും. ആ കൊട്ടിന്റെ നാളത്തിൽ അവർ തുഴയും കേട്ടോ. ഇത് തന്നെയാണ് നമ്മുടെ ചുണ്ടൻ വള്ളങ്ങൾ. വെടിത്തടി എന്ന് പറയും. ഏതാണ്ട് വള്ളത്തിന്റെ 3/2 ഭാഗം വരുന്ന ഒരു സ്ഥലം. 2 ഇടിയന്മാരങ്ങനെ നിന്ന് ഇടിച്ചു കൊടുക്കുക. അവരോട് ചേർന്ന് 2 പേരിൽ നിന്ന് താളം കൊടുക്കും. ആ ഇടിയൊറ്റയ്ക്കാണ് വെള്ളം തുഴയുന്നത് എന്ന് പറഞ്ഞതുപോലെ എത്ര മനോഹരം. അടിക്കൊപ്പം തുഴ മുന്നോട്ട് നീട്ടി വെള്ളത്തിൽ കുത്തി വെള്ളത്തുള്ളികളെ കീറി മുറിച്ച് മുത്തുമണികൾ പോലെ വിതറിക്കൊണ്ട് അങ്ങനെ ഫൈബർ തീർത്ത ആ വള്ളം എന്തൊരു മരമാണ്. അങ്ങനെ ഒരിച്ച് 1, 2, 3, 4 അയ്യടാ അവര് ഫിനിഷിംഗ് പോയിട്ട് കടന്നുപോയിരിക്കുക. തൊട്ടുപുറകിൽ മറ്റേ ഡ്രാഗൺ വള്ളം ഏതാണ്ട് വള്ളമിക്കാരുടെ ഭാഷയെ പറഞ്ഞ ഒരു 3-4 വള്ളപ്പാട് പുറകിലായി അവര് ഇങ്ങനെ കടന്നു വരിക. അവരുടെ താളവും അടിത്താളമാണ് എങ്കിലും തുഴ വീഴുന്നത് പല താളത്തിലാണ്. അവരിങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കും. ഈ തികഞ്ഞ കായിക സ്പിരിറ്റോടുകൂടി ഞങ്ങളും ഈ കുറിയിൽ പങ്കെടുത്തു എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ വള്ളത്തിന്റെ ചുണ്ടത്തെ ഒരു 3-ാം നമ്പർ പൂർത്തിയാക്കുകയാണ്. പച്ചക്കദളി കുലകൾ കീഴെ